പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ആ യുവാവ് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മദ്യത്തിൻ്റെ അടിമത്തത്തിലും അതോടൊപ്പം തന്നെ എന്നാൽ നോർമലായിട്ട് നല്ലൊരു ജീവിതം നയിച്ചിരുന്ന ആളാണ്. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ കാരുണ്യം അദ്ദേഹത്തിലേക്ക് കടന്നു വന്നപ്പോഴേ ആ കാരുണ്യം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയിലും ഉണ്ടാകുന്നത് പോലെ തന്നെ തൻ്റെ വ്യക്തി ജീവിതത്തെ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മാറ്റിവെക്കണമെന്ന അതിയായ അഭിനിവേശമുണ്ടാകുകയും അത് കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനത്തിൽ ആഴ്ചയിൽ 4 ദിവസം അതിരാവിലെ ഉണർന്ന് അവരെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനും ഒപ്പം അത് സമൂഹത്തിലേക്ക് വ്യാപിച്ച് അനേക വ്യക്തികൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കുവാനും എന്തിനധികം കിടപ്പ് രോഗികളെ വചനത്തിലൂടെ സുഖപ്പെടുത്തുവാനും ദൈവോന്മുഖരാക്കുവാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ചെയ്ത അദ്ദേഹത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ ഫോർട്ട് കൊച്ചിയിലുള്ള കൂവപ്പാടത്തേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ പേര് റോയി എന്നാണ്. നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. കർത്താവിൻ്റെ വയലിൽ തളരാതെ മുന്നേറുന്ന വേലക്കാരെ കണ്ടെത്തിയുള്ള ഈ പ്രോഗ്രാമിൻ്റെ പ്രയാണം ഇന്ന് കടന്നു ചെല്ലുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള ചക്കുങ്കൽ റോയി എന്ന ചെറുപ്പക്കാരൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലേക്കാണ്. വചനം ഹൃദയത്തിൽ കാരുണ്യദീപമായപ്പോൾ പിന്നീടങ്ങോട്ട് അതിരാവിലെ തന്നെ ഉണർന്ന് സമീപത്തെ അഗതി മന്ദിരത്തിലെത്തി കിടപ്പു രോഗികളെ കുളിപ്പിച്ച് ദിവ്യബലിക്കായി ഒരുക്കിയും പിന്നീട് സമീപത്തെ ഭവനങ്ങളിൽ നിന്നും പൊതിച്ചോറുകൾ സമാഹരിച്ച് എറണാകുളത്തെ തെരുവുകളിലെ മക്കൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ. തൻ്റെ കൂട്ടായ്മയായ മദർ മേരി ശുശ്രൂഷാ സംഘത്തോടൊപ്പം അനേകം ജീവകാരുണ്യ മേഖലകളിൽ സേവനം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് റോയി നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇന്ന് തിരക്ക് പിടിച്ച മനുഷ്യന് ഒന്നിനും സമയമില്ലാതിരിക്കുന്ന ഈ സമയത്ത് തൻ്റെ തന്നെ കാര്യം ശ്രദ്ധിക്കുവാൻ സമയമില്ലാത്ത ഈ അവസരത്തിൽ സ്വാർത്ഥതയിലും തൻകാര്യപ്രമത്തതയിലും ദൈവനിഷേധ ജീവിതം നയിക്കുന്ന അനേക മനുഷ്യരുടെ മുൻപിൽ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം തന്നെ മറ്റു മനുഷ്യന് വേണ്ടി മാറ്റിവെക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമ്മുടെ. അവരെയാണ് ഞങ്ങൾ നിത്യജീവൻ്റെ പാതയിൽ ഇതിനോടകം പരിചയപ്പെടുത്തിയ പലരും. ഇന്ന് റോയിയെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. റോയി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോയി, ഭാര്യ ബെൻസി, മകൻ ജസ്മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകള് മരിയ റോഷ്നി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അപ്പച്ചി, ഇവരടങ്ങിയതാണ് എൻ്റെ ഫാമിലി. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കാർപ്പൻ്ററാണ്. അത് സ്വന്തമായിട്ട് വർക്ക് പിടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു BCയും ഒരു ADയും ഒക്കെ കാണാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പും പിൻപുമുള്ള ജീവിതം. അപ്പോൾ റോയിയുടെ ജീവിതത്തിൽ അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? ഉണ്ട്. ഞാൻ വിവാഹശേഷം എല്ലാവരും അലട്ടുന്നത് പോലെ തന്നെ ഞാനും ഒരു മദ്യപാനിയായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ക്ലിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് എൻ്റെ കുടുംബജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർക്ക് പിടിച്ചിരുന്ന വ്യക്തികളായതുകൊണ്ട് ശനിയാഴ്ച കാലങ്ങളിൽ കൂലി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പണിക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അതൊരു അടിയടിക്കും. പിന്നെ അതിന് ശേഷം ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷനായിരിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭാര്യയ്ക്കും മറ്റുമാണ് അതിൻ്റെതായ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ. അതിനുശേഷം പിന്നെ അതിൻ്റെ ബാലൻസ് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അപ്പോഴും വീട്ടുകാർ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അടുത്തൊരു പ്രാർത്ഥനാലയത്തിലൊക്കെ പോവുമെങ്കിലും അതിന് ശേഷം വന്നു കഴിയുമ്പോൾ വൈകുന്നേരം ആരെങ്കിലും കാണും. പിന്നെ തിങ്കളാഴ്ച ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും കിട്ടിയില്ലെങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മിസ് കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ 2 അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങാൻ വേണ്ടി വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊരു വളരെ ബുദ്ധിമുട്ടായി മാറിയ ഒരു അവസ്ഥയായി മാറി. ഇതെനിക്കൊരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ബാക്കി പുറമേ നോക്കുമ്പോൾ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്.
ഈ ഒരു കാര്യം എൻ്റെ കുടുംബത്തെ വളരെ ബുദ്ധിമുട്ടിച്ച ഒരു ഇതായിട്ട് എനിക്ക് മാറി. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടും പിന്നെയും കാണും, അടിച്ച് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ വൈഫിനോട് പറയും, പ്രാർത്ഥിക്ക്, എപ്പോഴെങ്കിലും കർത്താവ് ഇടപെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് തന്നെ മാത്യു പൊട്ടക്കുളം സാറെന്ന് പറയും, OLM എന്ന് പറയും, ബാംഗ്ലൂർ ബേസ്ഡിലാണ്. അവരുടെ ഒരു സായാഹ്ന കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ വന്ന് പങ്കെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം. അന്ന് തന്നെ ഞാൻ പണിത ഒരു വീടിൻ്റെ ഒരു പണിക്കാരെ പിരിച്ചുവിടുന്നൊരു പരിപാടിയുണ്ട്. പണിക്കാരെ പിരിച്ചുവിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പരിപാടി ആണ്. അപ്പോൾ ബൈക്കിന് പോകണം. ഞാനെന്നു ബൈക്ക് മാറ്റി വെച്ചിട്ട് സൈക്കിൾ എടുത്ത്, കാര്യം ഇത് കഴിഞ്ഞ് വരുമ്പോൾ പോലീസിനെ പേടിക്കുന്നത്. അപ്പോൾ പോകാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീടെത്തും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, നീ അങ്ങനെ പോകണ്ട, ഇപ്പുറത്തെ കൂടി തിരിച്ച് കൊച്ചിൻ കോളേജ് വഴി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ഒരു കാര്യം, ധ്യാനം വഴി അങ്ങോട്ട് പോയിട്ട് ആ വഴി അങ്ങോട്ട് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥനാലയത്തിൻ്റെ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നും ആരോ പിടിച്ച് നിർത്തണ പോലെ ഒരു അനുഭവം എനിക്ക്. നീ ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറുമെന്നും പറഞ്ഞ് ഞാൻ സൈക്കിൾ അവിടെ വെച്ച് ആദ്യം മൊബൈൽ ഓഫ് ചെയ്തു. കാര്യം മൊബൈൽ ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ ടീം എന്നെ അന്വേഷിച്ച് ഇവിടെ വരും, കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ ചെല്ലാണ്ട് ഒരു പരിപാടി തുടങ്ങൂല, മേസരി ആയതുകൊണ്ട്. ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് ഞാൻ ആ ധ്യാനത്തിന് അങ്ങോട്ട് കയറി. ഞാൻ നടക്കുമ്പോൾ ധ്യാനം തുടങ്ങിയിട്ടുണ്ട്. കയറി ഞാൻ അവിടെ ചെന്ന് കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിടുതൽ കിട്ടണം. കാര്യം ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പെട്ടുപോകണം. അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്ത് ധ്യാനത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആയിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. എങ്ങനെ ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നറിയാം, പക്ഷേ അനുഭവിച്ചറിയാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറിയത്. പിന്നീട് ആ പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ എന്തെങ്കിലും ചെയ്തോ? പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ വേണ്ടി പിന്നെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. കുർബാന ആഴ്ച ഒരു ദിവസമൊക്കെ കാണാൻ പറ്റുമോ? ഞായറാഴ്ച ദിവസം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് കുർബാന ഒരു ദിവസം പോലും മുടക്കാൻ പറ്റാത്ത, തൊട്ടടുത്തൊരു കോച്ചേരി പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. ആ പള്ളിയിൽ രാവിലെ ഞാനും കുടുംബമായിട്ട് പോവും. മാതാവിനെ കൂടെ കൊന്തയെല്ലാം തുടങ്ങി. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് ഒരു മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് ബൈബിൾ വെച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മേഖല ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അതെന്ന് വെച്ച് ഞാൻ ഈ പള്ളിയും കൊന്ത വചനം വായൽ ആയിട്ട് അതിട്ട് ശേഷം ഞാൻ ഈ കൂട്ടുകാരുടെ അടുത്തായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ പെട്ടുപോകും. ഞാനപ്പോൾ എന്നെ മനഃപൂർവ്വം ഞാനിതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പല പണ്ട് കറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ബൈബിൾ വായനയും പ്രാർത്ഥനയായി അത് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ അത്ര ചെയ്തു. ഇപ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഇതാണ് തോന്നുന്നത്. പക്ഷെ ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഇദ്ദേഹത്തെ വളർത്തി. കാരണം ദൈവത്തോടുള്ള ബന്ധം വന്നപ്പോഴേ മനുഷ്യരിലേക്ക് തിരിഞ്ഞില്ലേ. പിന്നെ അപ്പോൾ ആ മനുഷ്യരിലേക്ക് തിരിഞ്ഞുള്ള ശുശ്രൂഷകൾ എങ്ങനെയൊക്കെ തുടങ്ങിയെന്ന് പറയാമോ? ഞാനപ്പോൾ ഈ വചനം വായിച്ചില്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം എനിക്ക് ഏറ്റവും ഒരു പ്രത്യേക ഉണർന്നൊരു ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ആദ്യം വായിക്കുമ്പോൾ ഒരു പേടി പോലെ തോന്നും. കാര്യം അപ്പോൾ അതിൽ 1-ാം അധ്യായം 22-ാം ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വചനം വായിക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രാവർത്തികമാക്കുന്ന വ്യക്തികളായി മാറും. അപ്പോൾ നമ്മൾ വചനം വായിച്ചാൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ശുശ്രൂഷ മേഖലയിലായിട്ട് കിടക്കണമെന്നുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ ഇത് ഏതൊരു രീതിയിൽ കൂടി പോയാൽ ശുശ്രൂഷ മേഖലയ്ക്ക് പോകുമെന്നുള്ളൊരു ഇതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നണമെന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും കുറച്ച് പൈസ ഞാൻ വൈഫിനോട് പോലും പറഞ്ഞിട്ട് കാര്യം ബാങ്കിൽ ഇട്ടിട്ട് ഇവർക്ക് വേണ്ടി ഇട്ടിട്ട് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ബ്രദേഴ്സുമാർ ചെയ്യൂലേ, അവർ കൂടി പോയി ഒരു ദിവസം ശുശ്രൂഷ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ പോലെ ചെയ്യാന്നുള്ള ഒരു ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ഈ നിത്യജീവൻ്റെ പാത ടി വിയിൽ കാണുന്നത്. ആ നിത്യജീവൻ്റെ പാതയിൽ കാണുമ്പോഴാണ് നമ്മുടെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് മുണ്ടമ്മേലിൽ ഉള്ള ഒരു പോളെന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ കൊത്തളങ്ങ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വന്ന് ഇവിടുത്തെ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നതും അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങളൊക്കെ എടുത്ത് കാറ്റുന്നതായിട്ട് ഒരു ഇത് കാണുന്നത് ഞാൻ കാണും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തിയായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഞാൻ ജോലി സംബന്ധമായിട്ട് പ്ലെയിൻ ചെയ്യാനും മറ്റും പോകുമ്പോൾ ഇയാളും ഒരു കാർപ്പൻ്ററാണ്, ഇയാൾ അവിടെ വരും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഈ സ്ഥാപനം നടത്തുന്ന എൻ്റെ ഒരു സ്നേഹിതനാണ് ജോൺസൺ എന്ന് പറഞ്ഞത്. പുള്ളിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് പോളിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്, എനിക്കൊന്ന് പോളിനെ പരിചയപ്പെടണം ജോൺസൺ ഭായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നോട് പറഞ്ഞ് അതിലെന്താ, ഞാൻ
വരാം, ഞാൻ വീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുണ്ടമേലി പുള്ളി പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ വഴി ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ തന്നെയാണ് പുള്ളിയുടെ വീട്, ഇനി ചെന്നാൽ മതി പരിചയമുള്ളതാണ്. അങ്ങനെ ഞാൻ ഇയാളെ അന്വേഷിച്ച് 2 പ്രാവശ്യം ഞാൻ പോയി. പക്ഷേ പുള്ളിനെ കാണാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഭർത്താവ് ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കട്ടുണ്ടാവില്ല, അത് കാരണമായിരിക്കും. അങ്ങനെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു നീ ഇന്ന് പോവും, ഇന്ന് കാണും, നീ ഇന്ന് പോകുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ നിന്ന് ബൈക്കെടുത്ത് വെറുതെ പിന്നെ എന്നാൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ ചെന്ന് നിൽക്കലും ഈ പോളെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണേ. അപ്പോൾ പോള് ആദ്യം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിനി വല്ല ജോലിയുടെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി വല്ലതായിരിക്കും അത് പറഞ്ഞ് പുള്ളി ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി വന്നതല്ല, എൻ്റെ കാര്യം ഇങ്ങനെ എനിക്ക് തൻ്റെ ഒരു പരിപാടി ഞാൻ കണ്ട് എനിക്കൊന്ന് ശുശ്രൂഷ മേഖലയായിട്ട് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ആകെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി. പുള്ളി പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് തന്നെ ഞാനന്ന് കണ്ടപ്പോൾ ഒരു പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ കണ്ട കുട്ടിയെന്ന ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു എനിക്കന്ന് തന്നെ കണ്ടപ്പോൾ. അങ്ങനെ പുള്ളി പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊത്തുളങ്കയിൽ അവിടെ മാനസികകളാൻ 30-35 പേരുണ്ട്. രാവിലെ 5:30 മണിക്ക് വെളുപ്പിന് അവിടെ ചെല്ലും, അവരെ കുളിപ്പിച്ച് അവരെ പല്ലേപ്പിച്ച് 6:45 അവർക്ക് കുർബാന. അതിന് മുമ്പ് അവരെല്ലാവരെയും നമ്മൾ ഒരുക്കണം. ആഴ്ച 4 ദിവസം തനിക്ക് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഞാൻ അതിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ആണ് എൻ്റെ ശുശ്രൂഷ മേഖലയായിട്ട് ഞാൻ കടന്നു വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതെങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനിടയായി? ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പോളുമായിട്ട് വന്നപ്പോൾ പോളുമായിട്ട് പോയറിയാം കൂട്ടുകാർ പോളുമായിട്ട് ഉണ്ടായിരുന്നു. അവരായിട്ട് എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് റെക്സൻ, ജസ്റ്റിൻ, അങ്ങനെ ഞങ്ങൾ 7 പേര് അടങ്ങിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ആദ്യം ഇവർ ഈ തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അവിടെ നേരത്തെ എറണാകുളം ബേസിൽ ചെയ്തിരുന്ന ഒരു വ്യക്തികളുണ്ട്. അവർക്ക് പറ്റാണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നിർത്തിപ്പോയതാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചത് നമുക്കിത് കണ്ടിന്യൂസ് തുടങ്ങാൻ പറ്റുമോ. പിന്നെ ഒരു തുടക്കം എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നമുക്ക് സ്വന്തമായിട്ട് ഭവനത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ആ ഒരു ലക്ഷ്യം. അപ്പോൾ ആ പുള്ളി എന്ന് പറഞ്ഞ് ആദ്യം തുടക്കത്തിന് വേണ്ടി എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല, ഒരു ചെറിയ തുടങ്ങാൻ വേണ്ടി ഒരു 15 പൊതി ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാം, ബാക്കി നമുക്ക് അവിടെ ഇവിടെയൊക്കെ പറയാം, അവർ തരും, അങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വൈഫിനോടും അപ്പുറത്ത് എൻ്റെ കസിൻസിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ അവരും നല്ലൊരു പരിപാടിയാണ് ചെയ്യാൻ, ഇതിനു വേണ്ടി ഇറങ്ങാനാണ് ആളില്ലാത്ത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 25 പൊതിയായിട്ട് ആദ്യം തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ കളക്ട് ചെയ്യും, ഞാൻ അവിടെയുള്ള നിശ്ചയമായ ഇത് അവിടെ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കോച്ചരിപ്പള്ളിയിലാണ് കുർബാനൊക്കെ പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 4 ദിവസം പോകേണ്ട ഇത് വന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സഹോദരൻ നെൽസർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എൻ്റെ മകനോട് ചോദിച്ച് പപ്പനെ ഇപ്പോൾ കാണാനല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ ഇപ്പോൾ കൊത്തുളങ്കിൽ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിനുശേഷം എന്നെ കണ്ടപ്പോൾ പോയി താങ്കൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞില്ല, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ സ്വാഗതം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറച്ച് ദിവസത്തിന് ശേഷം എന്നെ കൂടി വരാൻ തുടങ്ങി. പുള്ളി വന്നു കഴിഞ്ഞ് പുള്ളിയും ഇങ്ങനെ എന്നെപ്പോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായി. പുള്ളി ഈ ഭക്ഷണ കാര്യങ്ങളിൽ എന്നേലും കൂടുതൽ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായി മാറി. പുള്ളി പറഞ്ഞു ഞാൻ ഇവിടെയുള്ള കോച്ചേരി, പാണ്ടിക്കുടി, അജന്താവ് ആയുള്ള എല്ലാ വീടുകളിൽ നിന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞേക്കാം, നമുക്കിത് ഒത്തിരി ഊർജ്ജം ആക്കണം. അങ്ങനെ പറഞ്ഞ് അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 250-300 പൊതി പൊതിച്ചോറായി മാറിയിരിക്കണേ. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഞാൻ വർക്ക് സ്വന്തമായതുകൊണ്ട് രാവിലെ വിളിച്ചു ചോദിക്കും നമ്മൾ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർ കീഴിൽ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എത്ര തിരക്കാണെങ്കിലും 11 മണിക്ക് ഞാൻ വീട്ടിലെത്തിരിക്കും. വീട്ടിലെടുത്ത് ബിഗ് ഷോപ്പർ എടുത്ത് ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ പോകും. അപ്പോൾ ആരെങ്കിലും അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് ഭക്ഷണം പോയി കളക്ട് ചെയ്ത് വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ 2 പേര് മതി. ഈ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ പിള്ളേരെ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കും, അവർക്ക് പ്രശ്നം അവർ വരും. അങ്ങനെയാണ് ഈ മേഖലയിലായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ തോപ്പമ്പടി മുതൽ അങ്ങോട്ട് തുടങ്ങും. നമുക്ക് കാണുമ്പോൾ അറിയാം ഭക്ഷണത്തിന് വേണ്ടി അവരുടെ ഇത് കാണുമ്പോൾ. ആ പോണ വഴി അങ്ങോട്ട് ചെന്ന് ബോട്ട് ചെട്ടി, ഹൈക്കോട്ട്, പിന്നെ പള്ളി, ബസലിക്ക പള്ളി, സൗത്ത് പാലം, ഭക്ഷണം തീരണ വരെ ഈ ഹൈക്കോട്ടിലെ ആ ജംഗ്ഷനിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ഈ വ്യാഴാഴ്ച ദിവസം അത് കാണാം. നമുക്കൊരു ആ ചുറ്റുവട്ടം നമ്മുടെ ഈ ഭക്ഷണം കാത്ത് ഒരു ദിവസം പോലും. അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് 31st ഒക്കെ വ്യാഴാഴ്ച ദിവസം പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്കൊക്കെ അത് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങളന്ന് വരും.
ഒരു ദിവസം പോലും അവിടെ മുടക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസരമായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നത്. അത് ഇന്നും കർത്താവ് വളരെ പരിപാലിച്ചു കൊണ്ടുവന്നു. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കർത്താവ് വചനത്തിൽ എന്താ പറഞ്ഞേക്കണത് അതുപോലെ ആയി മാറുക. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് പ്രശ്നം തന്നു. അതിരാവിലെ തന്നെ ഇവരുടെ കൂട്ടായ്മയിലെ വ്യക്തികൾ ഭക്ഷണം തയ്യാറാക്കുന്നു. കൂടാതെ നല്ലവരായ അനേകം കുടുംബങ്ങളിൽ നിന്നും ക്രമീകരിക്കുന്ന പൊതിച്ചോറുകളുമായി ഇവർ എറണാകുളം നഗരത്തിലേക്ക് പോകുന്നു. ഹൈക്കോർട്ട് ജംഗ്ഷൻ, സൗത്ത് പാലം, കലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർ ഈ പൊതിച്ചോറുകൾ തെരുവിലെ മക്കൾക്ക് നൽകുന്നു. എറണാകുളം മേഖലയിൽ മുണ്ടമ്പേലി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി എന്നീ സ്ഥലങ്ങളിൽ തെരുവോരങ്ങളിൽ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മദർ മേരി മിനിസ്ട്രി. അതിൽ റോയിയുടെ സേവനം ഇപ്പോൾ ശുശ്രൂഷകൾ ഒത്തിരി യുവാക്കളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരുവോരങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്ന റോയിയുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒത്തിരി സന്തോഷമുള്ളതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അലിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അലിയുമെങ്കിൽ അത് ഒത്തിരി ഫലം പുറപ്പെടുവിക്കുമെന്ന ഈശോനാഥൻ്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് പാവപ്പെട്ടവരിൽ നിന്നും മുഖം മാറാത്ത റോയിയുടെ ജീവിതം അനേകർക്ക് നല്ല മാതൃകയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മേഖലയിൽ ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ മേഖലയിൽ ഞങ്ങൾ പോണ വഴി തന്നെ തെരുവിൽ ആരെങ്കിലും കാണും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൽ ആരെങ്കിലും ആണെങ്കിൽ രോഗികളായിട്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥമായിട്ട് കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ വരാട്ടാന്ന് പറയും. വന്ന് ആ രോഗികളെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടറെ അഡ്മിറ്റാക്കി അവർ കെട്ടിയിട്ട് നേരെ ഐസൊലേഷൻ വഴി കൊണ്ടുപോയിട്ട് അവരാക്കും. എന്നിട്ട് ഈ പോണ വഴി എല്ലാ വ്യാഴാഴ്ച അവിടെ കയറും. അവരുടെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് അവിടെ മാക്കിയിട്ട് നമ്മൾ പോകാൻ ശരിയല്ലല്ലോ. എല്ലാ ആഴ്ചയും അന്വേഷിക്കും. അതിൽ ഒരു വ്യക്തി പുള്ളി ഞങ്ങൾ ഭക്ഷണം തുടങ്ങിയിട്ട് എല്ലാ ദിവസവും കൊടുത്തിരുന്ന വ്യക്തിയാണ്. സൗത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ബോട്ട് കെട്ടിൽ നിന്നാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും നമ്മൾ പോണ വഴി എവിടെയെങ്കിലും വെച്ചാൽ ഇയാളെ കാണും. ഒരു ദിവസം ഇയാളെ കാണാനല്ല. അപ്പോൾ ഞാൻ റെക്സാ നമ്മൾ ഇയാൾ കണ്ടില്ലല്ലോ, എന്താണ് പുള്ളിനെ കാണാത്തതെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം. ഞങ്ങൾ പോയി ഐസൊലേഷൻ വാർഡിൻ്റെ ബാക്കിലെത്തിയപ്പോൾ പുള്ളി അവിടെ നിൽക്കും. അപ്പോൾ റെക്സൻ പറഞ്ഞില്ല, ആളവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത്. റെക്സനങ്ങാട്ട് പോയിട്ട് റെക്സനങ്ങാട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു റോയി അയാളെ കാലെന്ന് കണ്ടാന്ന് വെച്ചു. നോക്കി ഞാനും ഇറങ്ങി ചെന്നങ്ങാട്ട് കണ്ടപ്പോൾ ഈ ഒരു കാല് ഉരി നമ്മുടെ വിരൽ കിടക്കുന്ന അപ്പുറം തോളെ പുള്ളി ഈ വേദന അനുഭവിച്ച് 2-3 ആഴ്ചയായിട്ട് ഒന്നും കാണിക്കാം. ഞങ്ങൾ പറഞ്ഞു ചേട്ടനെ കൊണ്ടുപോയി അഡ്മിറ്റാക്കാം. ചിലവർ സമ്മതിക്കൂലേ, പറയും അത് ഞാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പുള്ളി പറഞ്ഞു ആന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി ഐസൊലേഷൻ വാർഡിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ അന്ന് അത് ശുശ്രൂഷ കഴിഞ്ഞു. പിറ്റേ വ്യാഴാഴ്ച ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഐസൊലേഷൻ വാർഡിലെ ബ്രദർമാർ പറഞ്ഞാണ് 15 പുഴുവാണെന്ന് കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. അത് കേട്ടപ്പോൾ ആ അവസ്ഥയിൽ അവർ നോക്കാൻ ആരുമില്ല അവസ്ഥയിലായിരുന്നെങ്കിൽ ആ കാല് കട്ട് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ. അങ്ങനെ പല ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോകുന്ന ആക്കണ വ്യക്തിയാണെങ്കിൽ സമയം നോക്കൂല. വ്യാഴാഴ്ച ദിവസവും മറ്റുള്ള ദിവസമാണ് ആര് വിളിച്ചാലും പോകും. കുടുംബ പ്രാർത്ഥനയുടെ വലിയ ശക്തി ഈ ശുശ്രൂഷകന് കരുത്തു നൽകുന്നു. ജപമാലയുടെ കരുത്തും സ്നേഹവും വഴി അനേകർക്കായി സ്വന്തം ജീവിതം പങ്കുവച്ചു നൽകുവാനുള്ള ചൈതന്യം ഇദ്ദേഹം ആർജിച്ചെടുക്കുന്നു. പിന്നെ ഈ കിടപ്പ് രോഗികൾക്ക് പലപ്പോഴും അവരെ ഒന്ന് പ്രാർത്ഥിക്കാനോ ഓർക്കുന്ന സമയമില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത് ഞങ്ങൾ ഈ കൊത്തലങ്കോയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ ബ്രദർമാർ, അവിടെ ഒരു കൊത്തലങ്കം മിഷൻ ഫാമിലി ഉണ്ട്. അവരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ് കൊച്ചു രൂപതയിൽ പണ്ട് മുതൽ ഒരു ആഗ്രഹമാണ് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരു, അതായത് തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്താൻ. അത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. കാര്യം അവരാ എടുത്തുകൊണ്ട് വന്ന് കിടത്തണം. അവർക്ക് കിടത്തി ഒരു 4 ദിവസത്തെ ഒരു ധ്യാനം പറഞ്ഞു. അത് നടത്തണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്കത് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനുള്ള
കിടക്കാനുള്ള സൗകര്യം മറ്റേതൊക്കെ എടുത്താൽ സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കൂട്ടായ്മ ആലോചിച്ചിട്ട് പറഞ്ഞ് ഏറ്റെടുത്ത് ഈ കഴിഞ്ഞ നോമ്പിന് 40 പേരെ ഉദ്ദേശിച്ചിട്ട് രജിസ്ട്രേഷൻ സമയത്ത് 49 പേരുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ 49 പേരിലും ഒരു 10-12 പേരും കൂടി തളർന്ന രോഗികളായിരുന്നു. അവരെ ഞങ്ങൾ 2-3 വണ്ടികളിലായിട്ട് ഈ വാനിനും ആംബുലൻസിലൊക്കെ ആയിട്ട് രാവിലെ വീടുകളിൽ പോയി അവരുടെ ആ അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഇത്രയും പേരിൽ 10-11 ബൈസ്റ്റാൻഡാണുള്ളൂ. ബാക്കി അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞങ്ങളാണ് ഏറ്റ്. അവരുടെ രാത്രി അവർക്ക് ഉറക്കം ഒഴിയാതെ കാവൽ നിന്ന്, അവർ ക്യാൻസർ രോഗികളുണ്ട്, അങ്ങനെ പല അവസ്ഥയിലുള്ള ആൾക്കാരായിരുന്നു. ബെഡ് ഇവിടെ കൊത്തലങ്കയിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ബെഡും കുറച്ചില്ല. അതിൻ്റെ ലാസ്റ്റ് അക്നസ് കോളേജിൽ പോയി അവിടെ അച്ഛന്മാർ തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ ഒരു കർത്താവ് ക്രമീകരിച്ച് കട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. അത് ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികളായിരുന്നു അവരൊക്കെ. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഈ വചനം കേൾക്കാൻ പറ്റി, ഒരു നല്ലൊരു കുമ്പസാരം, നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കേൾക്കാൻ പറ്റി. അപ്പോൾ അവർക്ക് തന്നെ ഒരു നിരാശപ്പെട്ട ജീവിതമായിരുന്ന അവസ്ഥയിൽ നിന്ന് അവർക്കൊരു കർത്താവിൻ്റെ ഒരു വചനം കേൾക്കാനും ഒരു ഇതിന് ശേഷം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നിത്യജീവനെ പറ്റി ഒരു ഇത് പ്രത്യാശ കൊടുക്കാനൊക്കെ ഈ ധ്യാനം വളരെ ഉപകാരപ്പെട്ടു. ഈ ധ്യാനം നടത്തിയ ബ്രദർമാർക്ക് തന്നെ ഭയങ്കര അതിശയം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ധ്യാനം തുടങ്ങി, 7:30 വരെ വൈകുന്നേരം. 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് 6 മണിക്കുണ്ടല്ലോ ഈ എല്ലാവരും കുളിച്ച് നടന്ന് കിടക്കുന്ന രോഗികളാണ് എല്ലാവരും കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കർത്താവിൻ്റെ പ്രത്യേക ഒരു പരിപാലന അനുഭവിച്ച നിമിഷങ്ങളായിരുന്നത്. അത് ധ്യാനം കഴിഞ്ഞിട്ട് പോലും അവർ പോകണില്ല. അവർ പറഞ്ഞു അടുത്ത ധ്യാനം എന്നാണ്. അങ്ങനെ ഒരു അത് ഈ നോൻപ് കാലം ഞങ്ങളെ ആ കൂട്ടായ്മ വളരെ ശക്തി വന്നൊരു കാര്യമാണ്. ഈ ഇടവകയിലെ ഏതാനും യുവാക്കളുടെ നല്ല പ്രവൃത്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും പരിചയപ്പെടുത്തുവാനുമാണ് ഞാൻ ഇവിടെ നിൽക്കുക. അവരെ 3-4ഓളം പേര് ഈ ഇടവകയിൽ നിന്നും, അതുപോലെ തന്നെ മുണ്ടമ്പേലി സെൻറ്റ് ലൂയിസ് ഇടവകയിൽ നിന്നുമായി 8 പേരോളം യുവാക്കളെ അവരെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന യേശുവിൻ്റെ ആ വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ എളിയവനിൽ ഒരുവനിൽ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ ദർശിച്ച് യേശുവിനെ സഹായിക്കുന്ന, അന്നു വേണ്ട ആഹാരത്തിനായി കേഴുന്നവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ ആ നല്ല പ്രവൃത്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് നിൽക്കുക. ഈ 8 പേരും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും നല്ല ദിവസങ്ങളിലായി വഴിയോരങ്ങളിലുള്ള വൃദ്ധരായ ആലംബഹീനരായ മനുഷ്യരെ സ്വന്തം സഹോദരങ്ങളായി കണ്ട് അവരുടെ വിശപ്പും അവരുടെ ആവശ്യങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കുന്ന ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയാണ്. ഇവർ ഈ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുന്നു. തീർച്ചയായും ദൈവം അവർക്ക് ധാരാളമായി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടോ? പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോം അങ്ങനെയുള്ള അനാഥാലയങ്ങളിൽ ഒരിക്കലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം, അതായത് ഞായറാഴ്ച ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹമാണ്. അപ്പോൾ കുറഞ്ഞത് ഒരു 2 പേർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ അതിനുള്ള സാമ്പത്തികം വേണം. അപ്പോൾ കുറഞ്ഞത് ഒരു വ്യക്തിക്ക് കൊടുക്കണ ഒരു 750 രൂപ, 1500 രൂപ 2 പേർക്ക് കൊടുക്കണം. അപ്പോൾ അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അതില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുടക്കരുത്. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി മാറി. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് കർത്താവ് ഇത് ഇരിക്കണം, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്കിത് തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ നമുക്ക് പറയാം. ഇപ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, 9 സ്ഥലങ്ങളിൽ അവർ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇറച്ചിയായിട്ടും ബ്രെഡായിട്ടും കടലയായിട്ടും ഇവിടെ നിന്ന് പള്ളിത്തോട് വരും ചെല്ലാനം വരെയും കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സൗകര്യപ്പെടുന്ന ആരെങ്കിലായിട്ട് വാഹനത്തിൽ കയറ്റി എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും. ഞങ്ങൾ ഭക്ഷണം മറ്റുള്ള ബ്രെഡ് തന്നിട്ടാണെങ്കിൽ ഇറച്ചി തന്നിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന നല്ല കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാനും കൂടെ ഇത് വിനിയോഗിക്കുന്നത്. വാസ്തവത്തിൽ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ മദ്യപാനത്തിലും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുക, കുടുംബം നോക്കുക, വീട്ടിൽ വന്നിരുന്ന് അടിക്കുക, ഇങ്ങനെയൊക്കെ ഇരുന്ന ആളെ കർത്താവ് സ്പർശിച്ചപ്പോൾ
എത്രമാത്രം വ്യക്തികൾക്ക് ഭക്ഷണമായിട്ടും അതിനേക്കാൾ ഉപരിയായി മറ്റ് മനുഷ്യൻ്റെ കാര്യത്തിൽ ശ്രദ്ധ എല്ലാ ദിവസവും ഈ 4 ദിവസമെങ്കിലും വെളുപ്പിന് എത്ര മഴയും കാറ്റും ഒക്കെ ആണെങ്കിലും വന്ന് ഈ കൊത്തലങ്കോയിലെ അവശരായ മനുഷ്യരെ നോക്കാനും അതോടൊപ്പം തന്നെ മറ്റു പുറത്ത് രോഗികളായി കിടന്നവരെ ധ്യാനിപ്പിക്കാനും ഒക്കെയുള്ള ആ നന്മ എല്ലാ മനുഷ്യരിലും ഇതുണ്ട്. അവർ ഈ നല്ലവനായ ദൈവത്തിലേക്ക് തിരിയാത്തത് കാരണം അവരുടെ നന്മകൾ വെളിച്ചം കാണാതിരിക്കുകയാണ്. റോയിലെ നല്ലവനായ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടായ ആ നന്മകൾ അനേകർക്ക് വെളിച്ചമായി. തീർച്ചയായിട്ടും റോയിയുടെ ഈ പങ്കുവെക്കൽ അനേകർക്ക് ഉപകാരപ്രദമാകും. ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിന് നന്ദി. ദിവ്യകാരുണ്യനാഥൻ്റെ കുരിശിലെ സ്നേഹം ഇവരും ഇവരുടെ കൂട്ടായ്മയും പങ്കുവയ്ക്കുന്നു. ഒത്തുചേർന്നുള്ള ശുശ്രൂഷാ ജീവിതം ഇവരെ നവീകരണത്തിൻ്റെ വിശുദ്ധിയിൽ വളർത്തുന്നു. നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുവിൻ എന്ന നാഥൻ്റെ സ്വരം ഇവർക്ക് ഉണർത്തുപാട്ടാകുന്നു. ആത്മാക്കളെ നേടുന്ന പുതിയ കാല യുഗാന്ത്യ ശുശ്രൂഷകൾക്ക് കരുത്തായി ഇവർ തിരുസഭയ്ക്ക് ഭംഗി നൽകുന്നു. സുവിശേഷം മറ്റുള്ളവർക്ക് മുൻപിൽ കാരുണ്യമായി പ്രഘോഷിക്കുന്ന നല്ല സമറായന്റെ പിന്മുറക്കാർക്ക് പ്രണാമം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു